രാഹുൽ ഗാന്ധി രാഷ്ട്രത്തോട് പറഞ്ഞത് ഇന്ന് സത്യം മാത്രം. രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇലക്ഷൻ കമ്മീഷനും ബിജെപിയും ചേർന്ന് നടത്തുന്നത് സർവത്ര കള്ളക്കളികൾ. വളരെ പെട്ടെന്ന് ഡൽഹിയിൽ വിളിച്ചുകൂട്ടിയ പത്രസമ്മേളനത്തിലാണ് രാഹുൽ തെളിവ് സഹിതം ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിയെക്കുറിച്ച് രാജ്യത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞത്. That is self-explanatory. It's quite a lot of data that we have to show you. കഴിഞ്ഞ കൊല്ലം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിനുശേഷം അരങ്ങേറിയ മഹാരാഷ്ട്ര, ഹരിയാന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നിയോഗിച്ച 40 അംഗ സംഘം നടത്തിയ പഠനത്തിൽ തെളിഞ്ഞു വന്ന അതിക്രമങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഇലക്ഷൻ കമ്മീഷനും ബിജെപിക്കുമെതിരെ ആഞ്ഞടിച്ചത്. രാജ്യത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉള്ള വ്യാപകമായ തിരിമറികളെക്കുറിച്ച് തന്റെ പക്കൽ എതിർക്കാൻ സാധ്യതയില്ലാത്ത തെളിവുകളുണ്ടെന്നും അവ ബംഗളൂരുവിൽ നടക്കുന്ന പൊതുയോഗത്തിൽ വെച്ച് രാഷ്ട്രത്തിന് മുന്നിൽ സമർപ്പിക്കും എന്നാണ് രാഹുൽ ഗാന്ധി ഈ മാസം ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഷിബു സോറന്റെ ആകസ്മിക നിര്യാണത്തിൽ ഓഗസ്റ്റ് 5-ന് നടത്താനിരുന്ന പൊതുയോഗം മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അതിന് ബദലായിട്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയത്. Foundation of our constitution, everything that our constitution stands for is based on the fact that one person gets one vote. Right? And so when we're looking at elections in India, the fundamental most important thing is how secure is that idea of one man, one vote? Are the right people being allowed to vote? Are fake people being added to the voter list? And is the voter list true or not? പ്രതീക്ഷയ്ക്കപ്പുറം ബിജെപിയുടെ വിവിധ ഇലക്ഷനുകളിലുള്ള വിജയവും അഭിപ്രായ സർവേകളും എക്സിറ്റ് പോളുകളും എങ്ങനെ ഫലം കാണാതെ പോകുന്നു എന്നുള്ളത് ബിജെപിക്ക് അനുകൂലമാകും വിധം ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഷെഡ്യൂളുകൾ ഉണ്ടാക്കുന്നതുമാണ് കോൺഗ്രസിനെ ഒരു വിശദമായ പഠനത്തിലേക്ക് നയിച്ചത്. So for some time now, there has been suspicion among the public based on a couple of points. Anti-incumbency is something that hits every single party in every single democracy. But for some reason, the BJP is the only party in a democratic framework that basically does not suffer this idea of anti-incumbency. That was the first thing. ഇത് നിസ്സാരമായിരുന്നില്ല. ഏതാണ്ട് 7 അടി പൊക്കത്തിലുള്ള തെളിവുകളാണ് ഇതിനായി നിയോഗിക്കപ്പെട്ട പ്രത്യേക സംഘം പഠിച്ചത്. We put together a team and we told them, listen, we need to know how this is being done. This was the challenge here. This is 7 feet of paper. As you can see, you have to sort through every single one of these. So let's suppose I want to find out if you have voted twice or if your name occurs twice in the voter list. I have to take your picture and then I have to compare it to every single bit of paper. അവർ കണ്ടെത്തിയ ഏറ്റവും വലിയ അട്ടിമറി കർണാടകയിലെ ബംഗളൂരു സെൻട്രലിലാണ്. ഇവിടെ മറ്റ് 6 നിയോജക മണ്ഡലങ്ങളിലും കോൺഗ്രസ് ലീഡ് ചെയ്തപ്പോൾ മഹാദേവപുര അസംബ്ലി മണ്ഡലത്തിൽ മാത്രമാണ് ബിജെപിക്ക് മുൻതൂക്കം ലഭിച്ചത്. വിചിത്രമെന്ന് പറയട്ടെ, മഹാദേവപുരയിൽ മാത്രം ബിജെപിക്ക് ലഭിച്ച ലീഡ് 1,14,046 വോട്ടുകളായിരുന്നു. ഇത് അവിടെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി മൻസൂർ അലിഖാന്റെ പരാജയത്തിൽ കലാശിച്ചു. കേവലം 32,707 വോട്ടുകൾക്ക്. ACC ഇലക്ഷന് മുൻപ് നടത്തിയ സർവേയിൽ കർണാടകയിൽ 28-ൽ 16 സീറ്റുകൾ ലഭിക്കുമെന്നാണ് കണ്ടെത്തിയത്. എന്നാൽ ഞങ്ങൾക്ക് 9 സീറ്റ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. ഇതും പഠനത്തിന്റെ ഒരു വിഷയമായിരുന്നു. 5 തരത്തിലുള്ള വോട്ട് മോഷണമാണ് ബിജെപിയെ ബാംഗ്ലൂർ സെൻട്രൽ വിജയിക്കാൻ സഹായിച്ചത്. We found that 1,250,000 votes were stolen. And we're going to tell you how. What is the total number in the assembly? Total number of votes? So out of 6,50,000 total votes in the assembly of Mahadevapura, 1
250 votes were stolen. They were stolen in 5 different ways. The first way, duplicate voters. One voter appearing multiple times on the voter list. ഒരേ മേൽവിലാസത്തിലുള്ള 10,452 വോട്ടർമാർ തെളിയിക്കാൻ പറ്റാത്ത ഇലക്ട്രൽ റോളിലെ 4,132 ഫോട്ടോകൾ. കന്നി വോട്ടർമാരെ രേഖപ്പെടുത്തുന്ന ഫോം 6-ലുള്ള അട്ടിമറിയിലൂടെ നേടിയ 33,692 വോട്ടുകളാണ് BJPക്ക് അനുകൂലമായ ഒരു വിധി നേടിക്കൊടുത്തത്. ഈ കണക്കുകളെല്ലാം വെറുതെ ഉണ്ടായിട്ടുള്ളതല്ല, മറിച്ച് ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇലക്ടർ റോളും മറ്റ് അനുബന്ധ രേഖകളും സൂക്ഷ്മമായി പഠിച്ചതിന് ശേഷം ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. സുതാര്യമായി നടക്കേണ്ട ഒരു തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുക മാത്രമല്ല, രാജ്യത്ത് നിലകൊള്ളുന്ന ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്യുന്ന വീഴ്ചകളാണ് ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഈ പഠനത്തിൽ ഏർപ്പെടാൻ കാര്യം, ഞങ്ങൾ ഉന്നയിച്ച സംശയങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ തക്കതായ മറുപടി നൽകാത്തതും ആവശ്യപ്പെട്ട ഇലക്ട്രോണിക് രേഖ കിട്ടാത്തതുമാണ് സംശയങ്ങൾക്ക് വഴി തുറന്നത്. എന്തിനേറെ, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ മാറ്റി ഇലക്ഷൻ കഴിഞ്ഞ് 45 ദിവസങ്ങൾക്ക് ശേഷം രേഖകൾ നശിപ്പിക്കുന്ന പ്രവണതയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് സത്യം മൂടിവെക്കാമെന്നാണ് ഭരണഘടനയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കേണ്ട ഈ സ്ഥാപനം വിചാരിച്ചത്. എന്നാൽ ഞങ്ങൾ അവരെ തോൽപ്പിച്ചിരിക്കുകയാണ്. ബംഗളൂരു സെൻട്രലിലെ കന്നി വോട്ടർമാരുടെ ഇടയിൽ നമ്മൾ സാധാരണ വിചാരിക്കുന്നത് പോലെ 18 വയസ്സായവരോ അതിനു തൊട്ടു മുന്നേയുള്ള ഇലക്ഷനിൽ വോട്ടവകാശം നേടാൻ സാധിക്കാത്തവരോ അല്ല ഉണ്ടായിരുന്നത്. മറിച്ച് 70, 45, 95 വയസ്സ് പ്രായമുള്ളവരാണ് കന്നി വോട്ടർമാരായി ഇവിടെ വോട്ടർ പട്ടികയിൽ ഇടം നേടിയത്. 40,000-ലധികം വരുന്ന വോട്ടർമാരുടെ അഡ്രസ് 0 എന്നാണ് വോട്ടർ പട്ടികയിൽ ഉണ്ടായത്. ഇതിലൊരു വ്യവസായ സ്ഥാപനത്തിന്റെ പേരിൽ മാത്രം 68 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത, പലർക്കും ലക്നൗ, വാരണാസി, ബംഗളൂരു എന്നിവിടങ്ങളിൽ ഒരേ സമയം വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. മഹാരാഷ്ട്ര അസംബ്ലി തെരഞ്ഞെടുപ്പിലാകട്ടെ കോൺഗ്രസും സഖ്യകക്ഷികളും തോറ്റത് പാർലമെന്റ് ഇലക്ഷന് ശേഷം ഏതാണ്ട് 40 ലക്ഷം പുതിയ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ചേർത്തതുകൊണ്ട് മാത്രമാണ്. ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഇത് സംസ്ഥാനത്തുള്ള പ്രായപൂർത്തിയായവരുടെ സംഖ്യയേക്കാൾ ഏറെ കൂടുതലായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 5 മണിക്ക് ശേഷമുള്ള ഉയർന്ന വോട്ടിംഗ് നിരക്കുമാണ് ഞങ്ങളെ തോൽവിയിലേക്ക് നയിച്ചത്. ഹരിയാനയിലാകട്ടെ 8 സീറ്റുകൾക്കാണ് ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടത്, കേവലം 22,000-ൽ പരം വോട്ടുകൾക്ക്. ന്യായമായും ഇത്തരം അട്ടിമറികൾ അവിടെയും സംഭവിച്ചു എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. 2-3 और चीजें, हरियाणा का इलेक्शन देखें तो कांग्रेस पार्टी और बीजेपी के बीच में तकरीबन 22,000 वोट का फर्क था टोटल स्टेट में. एक असेंबली में इन्होंने 1 लाख वोट चोरी किए. तो आप इमेजिन कीजिए, स्केल समझिए. एक असेंबली में तकरीबन 12 से 15% वोट इन्होंने मैन्युफैक्चर कर दिया. ഞങ്ങൾ ഈ പുറത്തുവിടുന്ന തെളിവുകൾ ആസ്പദമാക്കി നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം ഇടപെടുമെന്നും കഴിഞ്ഞ 10 കൊല്ലത്തിലേറെയായി നടക്കുന്ന ഇലക്ഷൻ തിരിമറിയെക്കുറിച്ച് വിദഗ്ധ അന്വേഷണം നടത്തുമെന്നും ഞാൻ വിചാരിക്കുന്നു. 2 ദിവസങ്ങൾ വൈകിയാണെങ്കിലും രാഹുൽ പുറത്തുവിട്ട തെളിവുകൾ രാജ്യത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തെ പിടിച്ചു കുലുക്കുന്ന തികഞ്ഞ ആറ്റം ബോംബാണ്. हमें इलेक्शन कमीशन ये डेटा इसलिए नहीं दे रहा है क्योंकि अगर हमने जो यहां महादपुर में किया, अगर हम इसे बाकी लोकसभाओं में करा देंगे तो देश की डेमोक्रेसी की लोकतंत्र की सच्चाई बाहर आ जाएगी. ये अब एविडेंस है. ഇതിന്റെ പ്രകമ്പനം വരും ദിവസങ്ങളിലും രാജ്യമൊട്ടാകെ അലയടിക്കുമെന്നുള്ള കാര്യം തീർച്ച. ഇത് രാജ്യമൊട്ടാകെ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യും. ഇത്തരം അട്ടിമറികളിലൂടെയാണ് BJP അടുത്ത 30 കൊല്ലം ഭരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞതെന്നും ഇപ്പോൾ സംശയമുയരുന്നുണ്ട്. നമ്മുടെ സമ്മതിദാനാവകാശം ഈ രാജ്യത്തിൽ നമ്മുടെ അധികാരമാണ്. നമ്മളെ ആര് ഭരിക്കണം എന്നതിനെക്കുറിച്ച് അത് നമ്മളിൽ നിന്ന് കവർന്നെടുത്താൽ ഭരണഘടന മാത്രമല്ല ഇന്ത്യ പോലും ഇപ്പോഴത്തെ തരത്തിൽ നിലനിൽക്കുമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.